ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കേണ്ട പ്രായത്തിൽ അത് കൊടുത്തു തന്നെ വളർത്തണം. ഓരോ ശിക്ഷണവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. യൂത്ത് ഗൈഡ് അതിനും നല്ല മാർഗനിർദ്ദേശമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനുദാഹരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കത്തുകൾ. ഇന്ന് കത്തുകൾക്ക് മറുപടി പറയുന്നതിനായി പ്രശസ്ത ഫാമിലി കൗൺസിലറായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം, സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും സുവിശേഷ പ്രഘോഷകനുമായ ശ്രീ ടോമി പെരുവിലങ്ങാട്ടാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. ആദ്യത്തെ കത്ത് ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയെക്കുറിച്ച് അച്ഛനും മാതാപിതാക്കളും അനുഭവിക്കുന്ന ഒരു അവസ്ഥ. അതാണ്, എൻജിനീയറിംഗ് 3-ാം വർഷം പഠിക്കുന്ന ഒരു പയ്യൻ്റെ അച്ഛനാണ് ഞാൻ. 10ാം ക്ലാസ് വരെ അവൻ സ്കൂളിൽ ഫസ്റ്റായിരുന്നു. ഫുൾ A+ നേടി. പേപ്പറിൽ ഫോട്ടോ വരെ വന്നു. +2-ന് 88% മാർക്കും കിട്ടി. എൻജിനീയറിങ്ങിന് ചേർന്നതോടെ സ്വഭാവം മാറി. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാത്തിനും തോറ്റു. അറ്റൻഡൻസ് ഇല്ല, എക്സാം എഴുതിയില്ല. മദ്യപാനം, സിഗരറ്റ്, കൂട്ടുകെട്ട്, ബൈക്ക് എന്ന് വേണ്ട എല്ലാറ്റിനും അവൻ അഡിക്റ്റ് ആയിരിക്കുന്നു. മകനെ നഷ്ടപ്പെട്ട അവസ്ഥ. എന്ത് ചെയ്യണം? ഇതുപോലെ വേദനിക്കുന്ന ധാരാളം മാതാപിതാക്കളെ ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്നുണ്ട്. കാരണം കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം കൂടുകയും മാതാപിതാക്കൾക്ക് മക്കളെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണമെന്ന നിർബന്ധ ബുദ്ധി കൂടുകയും ചെയ്തതോടെ വന്ന ഒരു കുഴപ്പത്തിൻ്റെ ബാക്കി പത്രമാണിത്. കാരണം ഞാൻ സ്റ്റുഡൻറ് കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. ഞാൻ കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മിക്കവാറും എല്ലാ വിഷയത്തിനും ജയിക്കുന്ന പിള്ളേരെന്ന് പറയുന്നത് വളരെ കുറവാണ്. 30%, 20% ഒക്കെ ഉള്ളൂ. കൂടുതൽ കുട്ടികളും അവസാനം ഒത്തിരി പേപ്പർ അരിയറുമായിട്ട് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തു പോകുന്ന ഒരു ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണമെന്ന് പറയുന്നത് ഇവന് 10ാം ക്ലാസ്സിൽ ഫുൾ A+, 12ാം ക്ലാസ്സിൽ 88%. അപ്പോൾ അവൻ 10ാം ക്ലാസ് വരെ ഭയങ്കര മിടുക്കനായിരുന്നു. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നത് മാത്രമല്ല, പേരൻസും ടീച്ചേഴ്സും ആ സമയത്ത് ഇവൻ്റെ കൂടെയുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ നല്ല ടൈം മാനേജ്മെൻറ്റ് കൊടുക്കും, എല്ലാത്തിനും അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ സ്കൂളിൽ അവനൊരു സ്ഥാനമുണ്ട്. പിന്നെ +2-ൽ വരുമ്പോഴും വലിയ കുഴപ്പമില്ലാതെ അവൻ പോകുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണത്. പിന്നെ അത്രയും സ്വാതന്ത്ര്യമില്ല സ്കൂളിൽ, അത്രയും സ്വാതന്ത്ര്യമില്ല. ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും ടീച്ചേഴ്സിൻ്റെ ഒരു കണ്ണെപ്പോഴും ഉണ്ടാകും. പിന്നെ പേരൻസും ഈ എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നത് വരെ കൊടുക്കുന്ന ഒരു ശ്രദ്ധയുണ്ടല്ലോ. കാരണം നീ പഠിച്ചില്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല, കാശ് കൊടുത്ത് ഞാൻ അഡ്മിഷൻ വാങ്ങിക്കത്തില്ല, അറിയാലോ, മര്യാദയ്ക്ക് പഠിച്ച് മാർക്ക് വാങ്ങിച്ചാൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഇങ്ങനെ സ്ഥിരം പിറകെ നടന്ന് പാരൻസ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരെ പഠിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്നത് ഇത്തരം മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പുറകെ നിന്നുള്ള അവരോടുള്ള സമീപനമാണ്. പക്ഷെ എൻജിനീയറിംഗ് കോളേജിൽ വരുമ്പോഴുണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോസ്റ്റലിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലത്താണെങ്കിൽ സ്വന്തമായി അക്കൗണ്ടിൽ പൈസ, ATM കാർഡ്. അപ്പം അത് കൊച്ചവിടെ വിഷമിക്കാതിരിക്കാൻ എപ്പോഴും കൊടുക്കുന്ന കൂടുതൽ പൈസ ആയിരിക്കും. അപ്പോൾ അവന് അത് വിഡ്രോ ചെയ്യാം. അവൻ്റെ ആവശ്യങ്ങൾ ഇപ്പം അപ്പനും അമ്മയ്ക്ക് അറിയത്തില്ല എഞ്ചിനീയറിംഗ് കോളേജിൽ എന്നൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിന് കൊടുത്തു, പ്രാക്ടിക്കലിന് കൊടുത്തു, പുസ്തകത്തിന് കൊടുത്തു, മറ്റേതിന് കൊടുത്തു, മറിച്ചതിന് കൊടുത്തു, എല്ലാം കോസ്റ്റ്ലി ബുക്സാണ്. ഓക്കെ. അപ്പോൾ അവിടെ കള്ളത്തരം ചെയ്യാനും പൈസ പലതരത്തിൽ വിനിയോഗിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അവന് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരിക്കലും ടീച്ചേഴ്സ് പിറകെ നടന്ന് കൊച്ചു ക്ലാസ്സിൽ കയറിയോ അല്ലെങ്കിൽ പഠിച്ചോ അങ്ങനെ ചോദിക്കുന്നില്ല. മിക്കവാറും അവർ നോട്ട്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന രീതികളിൽ വ്യത്യാസമുണ്ട്. പിള്ളേർ തന്നെത്താനെ ലൈബ്രറി പോയി കണ്ടുപിടിക്കേണ്ടത് കാണും, പിള്ളേർ തന്നെത്താനെ നെറ്റിൽ സെർച്ച് ചെയ്യേണ്ടത് കാണും, അല്ലെ ഗ്രൂപ്പ് സ്റ്റഡി നടത്തേണ്ടത് കാണും. അവരുടെ ആ പഠന രീതികൾ മാറുകയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന കുട്ടി പലപ്പോഴും ഇതെല്ലാം സ്കൾട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, പഠിക്കണ എന്ന് പറയാൻ ആളില്ല. കാര്യം അവൻ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെ ഇത് അമ്മ പറയുന്നത് ദേഷ്യത്തോടെ കേട്ടിരുന്നെങ്കിലും അപ്പോൾ അവൻ ചെയ്തിരുന്നു അത്. ഇപ്പം എഞ്ചിനീയറിങ്ങിന് വരുമ്പോൾ അതില്ല.
പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ടീനേജിൻ്റെ ഒരു അഡോളസൻ സ്റ്റേജിൻ്റെ ഒരു പീക്ക് ടൈമാണ്. അതെ. ഈ ടൈമിൽ പിള്ളേർക്ക് ഒത്തിരി സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്ന സമയമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, അവനാണായി, അവൻ്റെ ആണത്തമായി, മീശ വെളുത്തു, സ്വരം മാറി, അവൻ്റെ മസിൽ പവർ, അവൻ്റെ ബോഡി ഷേപ്പ്, ഡ്രസ് കോഡ് മാറി. അതുവരെ അമ്മയപ്പനും പറയുന്നൊക്കെ ഇടുമായിരുന്നു. അവൻ്റെ ഹെയർ സ്റ്റൈൽ മാറി, അവൻ ചിലപ്പം കാതുകുത്തി, അല്ലെങ്കിൽ അവൻ എല്ലാം ലോ വേസ്റ്റ് ബാൻഡ്, എൻ്റെ ഷൂസ്, ബ്രാൻഡഡ് ഐറ്റംസ്, അവൻ്റെ ലൈഫ് സ്റ്റൈൽ ആകെ ഒന്ന് മാറുകയാണ്. അപ്പം ആ മാറുന്ന സമയത്ത് അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇതെല്ലാം. അപ്പം അതുവരെ മാതാപിതാക്കൾ പറയും, നീ ചെറിയ കുട്ടിയാണ്, ഞങ്ങൾ പറയുന്ന അനുസരിച്ചാൽ മതി. അതാണ് മാതാപിതാക്കൾ അതുവരെ പറഞ്ഞത്. ഇപ്പൊ ഈ സമയത്ത് മാതാപിതാക്കൾ പറയും, നീ വലിയ ഒച്ചായില്ലേ, നിനക്ക് ഇനി നിന്റെ കാര്യം തന്നെ ചെയ്യാൻ മേലെ. ഇവന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറുതാണോ അതുമല്ല, വലുതാണോ അതുമല്ല, ഇൻ ബിറ്റ്വീൻ, അതിനിടയിലുള്ള ഒരു സമയമാണ്. അപ്പോൾ ഒരു 22 വയസ്സ് 21 വയസ്സൊക്കെ കഴിയുന്നിട വരെ അവന്റെ ഹോർമോൺ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് വരെ അവനൊരു ഭ്രാന്തൻ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ക്ലാസ്സിൽ കയറത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് ചാൻസ് ഉണ്ട് എഴുതാൻ. പണ്ടൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പല അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ അവസരങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ചില കോളേജുകളിലൊക്കെ ഇങ്ങനെയുള്ളവരെ ഇരുത്തി പഠിപ്പിച്ച് പിന്നെ പരീക്ഷ എഴുതിപ്പിച്ച് ജയിപ്പിച്ചോളും. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തമല്ല അത്, കോളേജുകാരുടെ എന്താ പറയുക നിലവാരം, അവരുടെ പഠന നിലവാരത്തിന് വേണ്ടിയൊക്കെ അവർ ചെയ്യുന്ന. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തം അങ്ങനെ ചില സമയത്ത് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഇവർ സ്വതന്ത്രരായിട്ട് അങ്ങ് വിഹരിക്കും. പിന്നെ കൂട്ടെന്ന് പറയുന്നത്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ കൂട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരായിരിക്കും. ഏകദേശം നമുക്ക് അവരുടെ പേരൻസിനെ അറിയാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അറിയാം. എഞ്ചിനീയറിംഗ് കോളേജ് വരുമ്പോൾ നമുക്കത് പറ്റത്തില്ല. അത് കാസർഗോഡുള്ളവനും തിരുവനന്തപുരത്തുള്ളവനും കൊല്ലത്തുള്ളവനും അല്ലെങ്കിൽ ഇവിടുന്നൊന്നും അല്ല ഗൾഫിൽ നിന്ന് വന്നവനും UK നിന്ന് വന്നവനും എല്ലാം കൂടുന്നൊരു സ്ഥലമാണ്. പല കൾച്ചറാണ്, മിക്സഡ് കൾച്ചറാണ്. അപ്പോൾ ഈ കൾച്ചറിൽ നിന്ന് അവന് വേണ്ടാത്ത പല ദുശീലങ്ങളും പലരിൽ നിന്നും പഠിക്കും. അല്ലെ അവൻ പിന്തിരിപ്പനാവും. അല്പം ഒരു സ്മോൾ അടിച്ചില്ലെങ്കിൽ നീ ആരാടാ. അപ്പോൾ അവൻ അന്നേരം അവൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം. സർ, ഈ ടീനേജിൽ പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ മാറ്റം സ്വാഭാവികമാണ്. ശാരീരികവും മാനസികവുമായി ഉള്ള അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഈ മാറ്റം സ്വാഭാവികമാണ്. എങ്ങനെ നമുക്ക് അവരെ ഒന്ന് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ കുഞ്ഞ് ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്ന ചില കാര്യങ്ങളുണ്ട്. മദ്യപാനത്തിലൊരു സുഖമുണ്ട്, പുകവലിയിലൊരു സുഖമുണ്ട്, മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു സുഖമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കിയിരുന്നു. അത് അവനിൽ ക്രമേണ ഒരു വിത്തായിട്ട് അങ്ങനെ കടന്ന് അനുകൂല സാഹചര്യം വന്നപ്പോൾ അത് പുറത്തേക്ക് വന്നു. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടിക്ക് ഇത് നമ്മൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. കുഞ്ഞു പോകുന്ന വഴി നിന്റെ ശാരീരിക സുഖം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന ഒരു വഴിയിലേക്കാണ് നീ പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇത്തരം പ്രായമുള്ള കൗമാരക്കാര് വേഗം ആ അഡ്വൈസിനെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അവർ പറയുന്നതാണ് ശരി. ആ ഒരു സമയത്ത് ഞാൻ വിചാരിക്കുന്നത് കുട്ടിക്ക് തിരിച്ചു കൊടുക്കേണ്ടത് വലിയ ഒരു സ്നേഹവും ഒരു ആത്മീയമായ കരുതലുമാണ്. അവന്റെ ഉള്ളിൽ കിടന്നിരുന്ന ഒരു തിന്മയാണ് ഇന്ന് പൂവിട്ടിരിക്കുന്നത്. ആ തിന്മ അവന്റെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി അവന് കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവന്റെ കൂട്ടുകെട്ട് ചിലപ്പോൾ കെട്ട കൂട്ടായിരിക്കാം, തിരിച്ചറിയാൻ പറ്റും അല്ലേ? അവൻ നിൽക്കുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒന്നെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് അവൻ മാറേണ്ടതുണ്ട്. നന്മ കാണാതെയും നന്മ അനുഭവിക്കാതെയും കുട്ടിക്ക് നന്മ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും വേഗം തന്നെ ഈ മകന്റെ ജീവിത സാഹചര്യത്തിലേക്ക് മാതാപിതാക്കൾ ഇറങ്ങി വരണം, അധ്യാപകരുടെ ശ്രദ്ധ കൊണ്ടുവരണം. എന്നിട്ട് അവനിൽ കുടുംബത്തിനുള്ള പ്രതീക്ഷ അവനെ ബോധ്യപ്പെടുത്തണം. അവനെ ബോധ്യപ്പെടുത്തേണ്ട സമയമായി. മാത്രമല്ല ഇവൻ ആത്മീയമായി നല്ല സപ്പോർട്ട് കൊടുക്കുകയും വേണം. ഇത്തരം കുട്ടികളുടെ ഒരു വലിയ പ്രശ്നം എന്താ പറയുക, പിള്ളേർ തെറ്റ് ചെയ്യുമ്പോഴേ പേരൻസ് തളരും, പേരൻസ് ബഹളം ഉണ്ടാക്കും. അവര് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കില്ല അവരുടെ പ്രതികരണങ്ങൾ. പേരൻസിന്റെ ഏത് നേരത്താണോ ഇതുണ്ടായത്, കുടിയനായ പുത്രൻ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയപ്പനും സ്ഥിരം പിള്ളേരോട് പറയുന്നത്, എനിക്ക് പല പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നും പിള്ളേർ ഇതുപോലെ പ്രശ്നമായിട്ട് വരുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇവൻ്റെ കാര്യം നല്ല കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്,
ദിവസവും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്കറിയാം ഇത് എവിടുന്ന പൈസ ഉണ്ടാകുന്ന, 1.5 ലക്ഷം ഞാൻ ഒരുമിച്ച് അടച്ചെന്നറിയാവോ, അടുത്ത സെമസ്റ്റർ വരുമ്പോൾ വീണ്ടും 1.5 ലക്ഷം അടയ്ക്കണം, എവിടെ നിന്നുണ്ടാവാനാ, താലിമാല വരെ പണയം വെച്ചെന്നറിയാവോ, 20 സെന്റ് വെച്ച് ലോൺ എടുത്തിരിക്കാന്നറിയാവോ, ഇത് മുഴുവൻ നീ പഠിച്ചു വന്ന് വീട്ടേണ്ടതാണ്. ഇവന്റെ തലയിലോട്ട് വലിയൊരു ഉത്തരവാദിത്വവും കൂടി ഈ പാരൻസ് വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാരൻസിന്റെ ഭയങ്കര ഒരു പ്രതീക്ഷയാണത്. അപ്പോൾ ഞാൻ പാരൻസിനോട് പറയുന്നത്, കഴിയുന്നത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം, അത് നമ്മുടെ കടമയാണ്. അത് എന്തായാലും നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാടുകൾ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാതിരിക്കുക, അമിതമായിട്ട് അവന് പൈസ കൊടുക്കാതിരിക്കുക. പണം എവിടുന്ന് ഉണ്ടാവുന്നു എന്ന് പിള്ളേരെ അറിയിക്കണം, അത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മറച്ചു വെച്ച് ഒരിക്കലും പിള്ളേരോട് പെരുമാറരുത്. അപ്പനും അമ്മയും മകനും കൂടെ പോകുന്നതിന് മുമ്പ്, എഞ്ചിനീയറിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന ഒരു ഡിസ്കഷൻ ആവാം, മോനെ ഇങ്ങനെയൊക്കെയാണ് വരുന്ന വഴി, അതുകൊണ്ട് മോൻ്റെ മനസ്സിലൊന്നും ഉണ്ടാവണം. പക്ഷേ ഞങ്ങൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല, നീ നിന്റെ നിലനിൽപ്പ്, നീ പഠിച്ചു വന്ന് ഞങ്ങൾക്കൊന്നും തരണമെന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കുട്ടിക്ക് അങ്ങനെ ഒരു നല്ല ഗൈഡൻസ് കൊടുത്തിട്ട് വിടാം. ഇല്ലെങ്കിൽ ആ കുട്ടി ആരെ കൊണ്ടെങ്കിലും ഒരു ഗൈഡൻസ് കൊടുപ്പിച്ചിട്ട് വിടാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവൻ എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിലും പേരൻസിന് ഒന്ന് അന്വേഷിക്കാം അറ്റൻഡൻസ് ഉണ്ടോന്ന്. അവന് അറ്റൻഡൻസ് ഇല്ല എക്സാം എഴുതാൻ. എന്തുകൊണ്ട് അറ്റൻഡൻസ് ഇല്ലാതായി അവസാന നിമിഷമാണ് പേരൻസ് അറിയുന്നത്. അത് പേരൻസിന്റെ കുഴപ്പമാണ്. ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഈ PTA ഒക്കെ നടക്കുന്നുണ്ട്. ക്ലാസ് PTA ഉണ്ട്, PTA ഉണ്ട്. പലപ്പോഴും ഇത്രയും വലിയ ഇറക്കാനായാലും അവർ പോകില്ല, അല്ലെ പിള്ളേർ പറയത്തില്ല മീറ്റിംഗ് ഉണ്ടെന്ന്. മീറ്റിംഗ് ഉണ്ടെന്ന് പറയത്തില്ല. പേരൻസിന്റെ നമ്പറും പേരൻസിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഉണ്ട്. ഇപ്പോൾ കാരണം ഞാൻ പലയിടത്തും കൗൺസിലിംഗ് നടത്തുന്നതായതുകൊണ്ട് എനിക്കറിയാം എല്ലാ സംഭവങ്ങളും ടീച്ചേഴ്സിനും അറിയാം. പക്ഷെ ഇവർ വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് വേണ്ട ഇത് അറിയാൻ. പിന്നെ ഇപ്പം അതൊക്കെ മാറ്റി അവർ ഓൺലൈനിലൊക്കെ അറിയിക്കുന്നത്, മറ്റേ സിസ്റ്റം ഒക്കെ ആക്കി, ഫോണിൽ പാരൻസിനെ വിളിക്കുന്ന ഇതൊക്കെ. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നതിനാ, ഈ കുട്ടികൾക്ക് അതുവരെ പിന്നെ ഫോണ്, ലാപ്ടോപ്പ് ഇത്തരം കാര്യങ്ങളൊന്നും കാണത്തില്ല. സ്വന്തമായിട്ട് ചിലപ്പോൾ ചെറിയ ഫോണൊക്കെ കാണത്തുള്ളൂ. ഈ എഞ്ചിനീയറിങ്ങിന് വിടുമ്പോഴത്തേക്ക് അവന് നല്ല ഫോണായി, അത് വില കൂടിയതായി, രണ്ടാമത് ലാപ്ടോപ്പായി, അവന് അതുവരെ കിട്ടാതിരുന്ന പലതും കിട്ടുക. ഇതെല്ലാം അവന് മിസ്യൂസ് ചെയ്യാൻ ഉള്ള വഴികളാണ്. അപ്പം ഈ കൂട്ടുകൂടുമ്പോഴും അവർ കാണുന്ന പലതും വേണ്ടാത്തത് കാണാൻ പറ്റുന്നു, അല്ലെ സിനിമ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അങ്ങ് മാറി. അപ്പം ആ ഇഷ്ടങ്ങൾ മാറുക സ്വാഭാവികമാണ്. ആൺകുട്ടികളുടെ ഇടയിലും പെൺകുട്ടികളുടെ ഇടയിലും എല്ലാം ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പാരൻസിനോട്, ഇപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിനോട് ഞാൻ പറയുന്നത്, വൺസ് ഇൻ എ മന്ത് എങ്കിലും ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുക. കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നോ, അവന് അറ്റൻഡൻസ് ഉണ്ടോ, അത്രയെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഇവർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഈ കുട്ടിയുമായി നല്ല ഒരു ബന്ധം എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ കുട്ടി വീട്ടിൽ വരാനോ ഇവരവിടെ ചെല്ലാനോ കുട്ടിയെ കൊണ്ടൊന്ന് പുറത്തു പോകാനോ അവൻ്റെ കാര്യങ്ങൾ ചോദിക്കാനോ ഒരു നല്ല ബന്ധം. അല്ലാതെ റിസൾട്ട് വരുമ്പോൾ മാത്രമല്ലല്ലോ പാരൻസ് അവിടെ ചെല്ലേണ്ടത്. അങ്ങനെ ഒരു ബന്ധം പാരൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർ കൂട്ടുകാരെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. പിള്ളേർ നല്ല കൂട്ടുകാരെ ചൂസ് ചെയ്യുക. അപ്പോൾ കമ്പൈൻ സ്റ്റഡി നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്ന നല്ല പിള്ളേർ. കാരണം ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 40 പിള്ളേരുണ്ട്, അതിൽ 10 പിള്ളേർ ജയിച്ചു, 30 പിള്ളേർ തോറ്റെങ്കിൽ ഈ 10 പിള്ളേർ ജയിച്ചിട്ടുണ്ടല്ലോ. അവരെങ്ങനെയാണ് ജയിച്ചത്, അവരെങ്ങനെയാണ് അത് ചെയ്തത്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പിള്ളേരെ കടത്തി വിടാനായിട്ട് പേരൻസിന് സാധിക്കും. അവരുടെ കൂട്ടുകാരാരാണ്, നമ്മുടെ വീട്ടിൽ വിളിക്കണം, വരട്ടെ കൂട്ടുകാരെ. മോൻ്റെ കൂട്ടുകാർ വരുമ്പോൾ അമ്മ ഇത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ അമ്മയ്ക്കും പഠിക്കാം, അവരുടെ പേരൻസ് എന്താ ചെയ്യുന്നത്, നല്ല ബന്ധങ്ങളുള്ളവരാണോ. അപ്പോൾ ഈ പേരൻസിന് ആ പേരൻസുമായിട്ടും ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ പിള്ളേർ വഴി പിഴിച്ചു പോയാൽ നമുക്ക് എളുപ്പമുണ്ട്, ആ പേരൻസിനെ അറിയിക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഇവരുടെ പിള്ളേർക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടാക്കാനുള്ള ഒരു നല്ല വഴി. മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പല പ്രൊഫഷണൽ കോഴ്സുകളിലും പഠിക്കുന്ന കുട്ടികളെ ഓർത്ത് ഇതുപോലെ ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. 2-3 വർഷം ഇതുപോലെ പോകും. എന്നിട്ട് ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇപ്പോൾ പോയിരിക്കുക പേപ്പറുകളെല്ലാം, ഇനിയും ചെയ്യുന്നതിന് ഇനി എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ പറയുന്നു കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സിന് പോവാം. ഇത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് ഇവർ പോയി ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് വല്ലതും ചേരും. ഡിഗ്രി കോഴ്സിന് ചേർന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറ്റുന്ന ഇവരുടെ കൂടെ പഠിച്ചവർ നല്ല പൊസിഷനിലാകുമ്പോൾ ഇവൻ എങ്ങും ആകാൻ പറ്റത്തില്ല. അപ്പം ഇവൻ അതിൻ്റെ വിഷമം തുടങ്ങും. വലിയ മണ്ടത്തരാണത്. ഇപ്പം ഞാനിപ്പോൾ ഇവനോട് പറയുന്നത്, ഇവൻ ആദ്യത്തെ 2 വർഷത്തെ പേപ്പറുകൾ പോയിട്ടുണ്ട്, സാരമില്ല, 3-ാം വർഷം തൊട്ട് അവന് നല്ല ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കി മാക്സിമം അവൻ എന്തോരം പഠിക്കാൻ പറ്റും എന്നുള്ളതിനെ ഓർത്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പലപ്പോഴും ഈ കൗൺസിലിംഗ്, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന പിള്ളേർക്ക്, അല്ലെ ഈ MDക്കൊക്കെ കോച്ചിങ്ങിന് പോകുന്ന പിള്ളേർക്ക് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ എനിക്കറിയാം
17 hours 18 hours ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഇതിന് MDK അഡ്മിഷൻ കിട്ടി കയറുന്നത്. ഇവന് ഇച്ചിരി സമയം കൂടുതലൊന്ന് പഠിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ പഠിക്കാൻ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അടുത്ത പേപ്പറുകളെല്ലാം അവന് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിൽ ഇവൻ ഇത് എഴുതിയെടുക്കാം. പിതാവ് ആകെ ഒരു അത് പിതാവ് ഡിപ്രസ്ഡ് ആകുന്ന എന്നാന്ന് ചോദിച്ചാൽ അവനെ കുറിച്ച് മോശമായ ഇത് എൻ്റെ മകൻ ചീത്തയാണല്ലോ എന്നുള്ള പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം പിതാവ് അതെ അപ്പനോടും അമ്മയോടോ ഞാൻ പറയുന്നത്. വിഷമിക്കണ്ട, ശരിയാകും, അവൻ ശരിയാകുക തന്നെ ചെയ്യും. പക്ഷെ ശരിയാകണമെങ്കിൽ അവർ ഇത്തരം മുൻകരുതലുകൾ കുറച്ചൊക്കെ എടുക്കണം. അവനെ വഴക്കുണ്ടാക്കാതെ, അവനെ ശപിക്കാതെ, അവനെ ചേർത്ത് നിർത്തിയിട്ട് മോനെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കുക. ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് വഴി തെറ്റിയാലും പേടിക്കണ്ട എന്ന് തന്നെ ഞാൻ മാതാപിതാക്കളോട് പറയുന്നത്. അവൻ ശരിയാവും, അവൻ നല്ല മിടുക്കനാകും. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര ഉന്നതരാക്കിയാലും ദൈവസന്നിധി നമ്മൾ കൊടുക്കേണ്ട ഒരു ഉത്തരവാണ് കുഞ്ഞുങ്ങൾ വിശുദ്ധരാണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മാഡം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കണം. കണ്ണീരിന്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും എൻ്റെ പ്രശ്നം ഭാര്യയുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ്. ഞാൻ രാവിലെ ഓഫീസിൽ പോയാൽ വൈകിട്ട് 8 മണിക്കാണ് വീട്ടിലെത്തുന്നത്. ഭാര്യയ്ക്ക് ജോലിയില്ല, കുട്ടികളും സ്കൂളിൽ പോകുന്നവരാണ്. അവൾക്ക് കൃത്യമായ ഒരു ദിനചര്യയില്ല. തോന്നുമ്പോൾ എഴുന്നേൽക്കും, എല്ലാ കാര്യങ്ങളും ലേറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കേ ആകുകയുള്ളൂ. ഞാനും കുട്ടികളും മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റാണ് ലഞ്ചായി കഴിക്കുന്നത്. വീട്ടിലൊന്നും അടുക്കി പെറുക്കി വെക്കില്ല, എല്ലാം വലിച്ചു വാരിയിടും. പലവട്ടം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു അടുക്കും ചിട്ടയില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലെന്നും ഞാനും ഭാര്യയും തമ്മിൽ വഴക്കാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭർത്താവിനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ പെൺകുട്ടിയെ വളർത്തി വിട്ട മാതാപിതാക്കൾ അവളെ വളർത്തിയതിൽ വന്ന അപാകതകൾ ഏറെയാണ്. ഇന്ന് പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിന് ഒരുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് താക്കീതാണ് ഈ കത്ത്. കാരണം ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൽ ചെന്ന് പെരുമാറുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് വീട് വൃത്തിക്കേടേണ്ടത്, എങ്ങനെയാണ് സമയത്തിന് ഇപ്പം രാവിലത്തേത് ഉച്ചക്കത്തേത് വൈകിട്ടും കിട്ടുന്ന ആ ഒരവസ്ഥ, ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ പെൺകുട്ടികൾ വളരെ ഏറെ ലേസി ആയിട്ടാണ് കുടുംബത്തിൽ പെരുമാറുക. ഇത്തരം വിവാഹമോചനത്തിന് വരുന്ന കേസുകളിൽ ധാരാളം ഭർത്താക്കന്മാർ പറയുന്ന ഒരു പരാതിയാണിത്. ധാരാളം ഭർത്താക്കന്മാർ, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആൺപിള്ളേർ പോലും കിടന്ന് വിഷമിക്കുകയാണ്. കാരണം സമയത്തിന് ആഹാരം കിട്ടത്തില്ല, ഇപ്പം ഇവർക്ക് ജോലിയില്ല, വൃത്തിയില്ല. എനിക്കിപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നു, എനിക്കൊരു അഗ്രികൾച്ചർ ഓഫീസർ ഒരിക്കൽ ഭാര്യയായിട്ട് കൗൺസിലിങ്ങിന് വന്നു. അവർ ടീച്ചറാണ്, ചെറിയ സ്കൂളിലെ ടീച്ചറാണ്. ആള് ഭയങ്കര മിടുക്കിയാണ്, പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു, ധാരാളം വായിക്കും, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ, മാസികകൾ എല്ലാം സ്ഥിരമായിട്ട് വായിക്കും. പക്ഷേ പുള്ളിക്കാരി തുണി അലക്കത്തില്ല, വീട് വൃത്തിക്കെടുത്തില്ല, എന്നും നമ്മുടെ വൻപയർ തോരനും ചോറുമാണ് ആഹാരം എല്ലാ ദിവസവും. കാരണം രാവിലെ എഴുന്നേറ്റ് ഒരു അടുപ്പിൽ അരിയിടും, അടുത്ത അടുപ്പിൽ പയറിടും. 365 ദിവസം ഇതാണ് ആഹാരം. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാറ്റർഡേ അവധിയുള്ള ദിവസം പുള്ളിക്കാരി എന്തെങ്കിലും ഒരു കറി വെക്കും, അത് മീനവല്ലോ. അല്ലാത്ത ദിവസമല്ല ഈ ഭർത്താവ് പൊറോട്ടയോ പിന്നെ ബീഫ് കറിയൊക്കെ മേടിച്ചിട്ട് കുട്ടികൾക്ക് വൈകിട്ട് കൊണ്ട് കൊടുക്കുക. പിന്നെ ഞാൻ ആ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഈ അടുക്കള പണിയിലൊന്നും. ഞാൻ വീട്ടിലൊന്നും ചെയ്തിട്ടില്ല, കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരു ജോലി ചെയ്തിട്ടില്ല. ഞാൻ അത് പെണ്ണ് കാണാൻ വന്നപ്പോഴേ അങ്ങേരോട് പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയാൻ മേലത്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ഇത്രയൊക്കെ ഉള്ള പയറുണ്ടാക്കും, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാക്കും. അത് സൗകര്യമുള്ളവർ എന്നോട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പുള്ളിക്കാരിയുടെ പോളിസി. എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു പോളിസി കാണും, സൗകര്യമുള്ളവൻ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാം. ജോലി പോലും ഇല്ല, ജോലി വേണ്ട, അപ്പൊ TV ഉണ്ട്, സീരിയലുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ പരിപാടികൾ കാണും പുള്ളിക്കാരിക്ക്. പക്ഷേ ഇത് പെൺകുട്ടികളെ ചെറുപ്പം മുതലേ ആണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത്. കതിരെ കൊണ്ട് വെള്ളം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടി ചെറുപ്പത്തിൽ ഏകദേശം അത്യാവശ്യം ജോലി ചെയ്യാൻ പ്രായമാകുമ്പോൾ തൊട്ട് നീ വേറൊരു കുടുംബത്തിന് വേണ്ടി ഉള്ളവളാണ് എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ കൊടുക്കുക. ഞാനൊക്കെ വളർന്നപ്പോൾ എൻ്റെ അമ്മയൊക്കെ 100 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വേറൊരു വീട്ടിൽ ചെല്ലുന്ന പെരുമാറേണ്ടതാണ്, വേറൊരു വീട്ടിൽ ചെല്ലേണ്ടതാണ്, അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. ഇപ്പോഴത്തെ അമ്മമാർ അങ്ങനെ പറയുന്നില്ലെങ്കിലും ചെയ്യിക്കാൻ പറ്റും. നമുക്കതൊരു കുറ്റം പറയുന്ന പോലെ തോന്നുന്നു, നനഞ്ഞ തുണിയല്ലേ അത് വിരിച്ചിട്ടുണ്ട്, അത് ഇവിടെ കൊണ്ട് ഇട്ടാക്കൊള്ളാം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ. പക്ഷെ അതല്ല ഇന്ന് എന്തുമാത്രം പ്രയോജനപ്പെട്ടു നമുക്ക് മനസ്സിലാവും. ഇപ്പൊ എന്താ പറയുക, ഈ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുണ്ട്.
പ്രത്യേകിച്ച് ജോലി, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്ക് പോകുന്നു, അല്ലെ ഭർത്താവ് നല്ല ചപ്പാത്തി വാങ്ങിക്കാൻ കിട്ടും, ഒരു മരപ്പെട്ട സാധനം എല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, കറി പോലും വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന, ടൗണിലാണെങ്കിൽ ഫോൺ ചെയ്ത് പറയുകയാണ് സാധനം ഇങ്ങോട്ട്, KFC അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് പിള്ളേർ പോവുകയാണ്. അത് കൊണ്ട് ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. കാരണം ഇന്നത്തെ പെൺകുട്ടികളുടെ പല കുഴപ്പങ്ങളുടെയും കാരണം അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭർത്താവിനോട് എനിക്ക് പറയാനുള്ള കാരണം, അവളോട് വഴക്ക് പറയുന്നതിനേക്കാൾ ആദ്യമേ നമുക്ക് രണ്ടുപേർ കൂടെ ചെയ്യാമെന്നും പറഞ്ഞൊന്ന് കൂടിക്കൊടുക്കുക. കുട്ടികൾക്കും ചെറിയ ചെറിയ ജോലികൾ രാവിലെ എഴുന്നേൽപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആർഷഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ്. അത് വലിയൊരു കുഴപ്പം പിടിച്ച കാര്യമൊന്നുമല്ല. അത് ഒരു അനുഗ്രഹിക്കപ്പെടുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ എഴുന്നേറ്റ് കുളിച്ച് വന്ന് ഭർത്താവിന്റെ കാല് തൊട്ട് തൊഴുത് അടുക്കള കയറണം. അത്ര ഒന്നും വേണ്ട കേട്ടോ, കാല് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവര് ജോലി ചെയ്യേണ്ട ഒരു വീടെന്ന് പറയുന്നത് സ്വർഗമാക്കുന്ന എപ്പോഴും ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട് കാണുമ്പോൾ നമുക്കറിയാം, മുറ്റത്ത് കയറുമ്പോൾ നമുക്കറിയാം മുറ്റം തൂത്താണോ ഇട്ടിരിക്കുന്നത്, ചെടികളൊക്കെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടോ, അല്ലെ അകത്തോട്ട് കയറുമ്പോൾ ഫർണിച്ചറൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്. ചില വീടുകളിൽ നമ്മൾ കയറി, ഞാനിപ്പോൾ ഒത്തിരി വീടുകളിലൊക്കെ പോകുന്ന ആളാണ്. ഇപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോയ ചില വീടുകളിൽ ഫുഡ് കഴിക്കാനൊക്കെ പല വീടുകളിലൊക്കെ ആയിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. ചില വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ നമ്മളെ കൊണ്ടുവന്നതിന് മുമ്പ് അവർ പറയും, മാഡം അവിടെ നിൽക്ക്, ഞങ്ങളൊന്ന് കയറിക്കോട്ടെ എന്ന്. ഓടിച്ചെന്ന് സെറ്റി കിടക്കുന്ന അതെടുത്ത് ഇതെല്ലാം മാറ്റിക്കൊണ്ട് വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ ഒരൊറ്റ നീക്കാണ്, കൈ കൊണ്ട് ഇന്നെ നീക്കി ഇങ്ങോട്ട് വെച്ചിട്ട് മാഡം ഇവിടെ ഇരുന്നാണ് നമുക്ക് ഫുഡ് തരുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവം നമുക്കറിയാം. നമുക്ക് അതൊരു വീട് കാണുമ്പോൾ അവിടുത്തെ സ്ത്രീ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാം, മനസ്സിലാക്കാം. അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്ന വൃത്തിയുള്ളൊരു വീടാണ്. അതുകൊണ്ട് അവനും ചെയ്യാം, ഭാര്യ ഏതായാലും ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നും പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടുപേരും കൂടെ കൂടിക്കൊടുക്കുക. അവനും കൂടെ കൂടിക്കൊടുത്ത് പതുക്കെ അവളെ അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. സാറിന് എന്തൊരു സൊല്യൂഷനാണ് പറയാനുള്ളത്? ഇന്നത്തെ കാലത്ത് ഒത്തിരി സാധ്യതകൾ കിടക്കുക. പ്രത്യേകിച്ച് ഈ ഒരു നവീകരണ മുന്നേറ്റമൊക്കെ വന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. യങ് കപ്പിൾസ് തന്നെ, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു, ഒരുമിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്നു, ഒരുമിച്ച് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്നു, അനാഥാലയങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഈ ജീവിത പങ്കാളിയെ, ഈ പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ഇതൊന്ന് മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന ചെറിയ തെറ്റുണ്ട്. ഒരുപാട് നല്ല നല്ല കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിലുണ്ട്. കുടുംബ കൂട്ടായ്മകളുണ്ട്, ദമ്പതിമാരുടെ സെല്ലുകളുണ്ട്, കപ്പിൾസ് മിനിസ്ട്രി ഉണ്ട്, അവരുടെ സോഷ്യൽ വർക്കുകളുണ്ട്. ഒരുമിച്ച് ഇറങ്ങുക, നന്നായി ജീവിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ചേരുക, അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് ചെല്ലുക, അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുക, ഒന്ന് ജോയിൻ ചെയ്യിക്കുക. ഞാൻ വിചാരിക്കുന്നു ഇനി അത്തരത്തിലുള്ള ഒരു മാതൃകയിലൂടെയും അവരനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും കണ്ട് തിരിച്ചറിഞ്ഞ് ഈ പെൺകുട്ടി ജീവിതം മാറ്റും. അവള് മാറേണ്ടിയിരിക്കുന്നു. അതാണ് അതിനകത്ത് അത്യധികമായിട്ട് സംഭവിക്കേണ്ടത്. ഏത് രീതിയിലായാലും അവള് മാറേണ്ടിയിരിക്കുന്നു. കാരണം അവളെ ദൈവം ഏൽപ്പിച്ച ഒരു കുടുംബമാണത്. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ കുടുംബം കൊണ്ടുപോവുക, അത് നമ്മൾ വിവാഹ സമയത്ത് എപ്പോഴും നമ്മൾക്ക് തരുന്ന ഒരു നിർദ്ദേശമാണ്. അപ്പോൾ അവിടെ തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ പോകുമ്പോൾ ഈ മാതാവ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, മാതാവിന്റെ അപ്പൻ അമ്മ യോവാക്കിയും അന്ന ദമ്പതികൾ, അവർക്ക് 20 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. പിള്ളേരില്ലാതെ അവർ പ്രാർത്ഥിച്ച് അവസാനം ഈ യോവാക്കിം ഒരു റിച്ച് മനുഷ്യനായിരുന്നു, സാമ്പത്തിക സ്ഥിതിയുള്ള മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്വത്ത് അദ്ദേഹം 3ആയിട്ട് വിഭജിക്കുകയാണ് അവസാനം 20 വർഷം കാത്തിരുന്നിട്ട്. ഒരു വിഭാഗം ജെറൂസലം ദേവാലയത്തിന് കൊടുക്കുന്നു, ഒരു ഭാഗം അദ്ദേഹം പാവങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു, ഒരു വിഭാഗം അവർക്ക് ജീവിക്കാൻ എടുക്കുന്നു. എന്നിട്ട് 40 രാവും 40 പകലും മരുഭൂമിയിൽ പോയി ഒരു കുഞ്ഞിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം മുഴുവൻ ജെറൂസലം ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്, ഭാര്യ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അവർ ഒരുമിച്ച് റീയൂണിയൻ, അവർ വരുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചാണ് മാതാവ്. അപ്പൊ എത്രമാത്രം ഒരുങ്ങി ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ ആ മാതാവ് ഈ കുടുംബത്തിലെ എല്ലാം ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു അമ്മയെ അപ്പനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ കുടുംബജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ അയക്കുമ്പം മാതാപിതാക്കൾ അവർക്ക് ഒരുക്കം കൊടുക്കണം. അപ്പൊ പഠിക്കാനായിട്ട് പുറത്തായിരുന്നിരിക്കുക, അവളും വിദ്യാഭ്യാസമുള്ള പെണ്ണായിരിക്കും. അപ്പൊ എങ്കിൽ പോലും കുറച്ച് ദിവസം കൂടെ നിർത്തി
ഒത്തിരി ദിവസം ഒന്നും പറ്റത്തില്ലെങ്കിലും കൂടെ നിർത്തി അവരെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് ഈ അമ്മയ്ക്കും അപ്പനും സാധിക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങനെയല്ലേ തന്നെ ഇപ്പോൾ പെട്ടെന്ന് കല്യാണം വരുന്നത്. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിച്ച ആളാണ്. വലിയ അടുക്കളയിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഭർത്താവിൻ്റെ അമ്മ അവിടെ ഉണ്ട്, വല്യമ്മ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ നടന്നിട്ടാണ് ആ വീട്ടിലെ രീതികൾ പഠിക്കുന്നത്. അപ്പം അവരാ പറഞ്ഞു തരുന്ന മോളെ ഇങ്ങനെ ചെയ്യണം, അല്ല ഇങ്ങനെയാണ്. പിന്നെ ഞാനൊക്കെ ഒരു ഡയറി വെച്ചിട്ട് ഞാൻ ഓരോ ദിവസം എഴുതുമായിരുന്നു ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. എന്താ ചെയ്യേണ്ടത്, കാപ്പി എങ്ങനെയാ, കറി എങ്ങനെയാ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു 100 പേർക്ക് വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു അങ്ങനെ പഠിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ ആ ബുദ്ധി നമുക്ക് ഏത് കാര്യത്തിനും ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് BTech പഠിക്കുക, MTech പഠിക്കുക, MBA പഠിക്കുക, MBBS പഠിക്കുക, നിങ്ങൾക്ക് എത്ര കോഴ്സുകൾ പഠിക്കാനുള്ള ബുദ്ധി, എന്തോരം പുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, അത്രയും ബുദ്ധി ഉള്ള ഒരാൾക്ക് ഒരു കറിക്ക് ഉപ്പ്, മുളക്, ഉള്ളി, കോമൺ തിങ്സ് അന്ന് പഠിക്കാൻ പാടില്ല. അത്യാവശ്യം വീട് വൃത്തിക്കിടണമെന്ന് പഠിക്കാൻ പാടില്ല. ഇതുണ്ടല്ലോ വീട് വൃത്തികേടായിട്ട് കിടന്ന് അതിൻ്റെ പുറത്തോടെ ചവിട്ടിപ്പോലും ഇവർ കാണുന്നില്ല. അത് അതേസമയം അവർ ഈ മുറം പോലെ ഒരു സാധനം കയ്യിൽ പിടിച്ച് തൂത്ത് സിറ്റ് ഔട്ടിൽ പോയി കസര കയറി ചമ്രം പടങ്ങിയിരിക്കുക. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് അവർ അടുക്കളയിലേക്കല്ല പോകുന്നത്, അവർ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് പോകുന്നത്, അല്ലേ വിസിറ്റിംഗ് റൂമിലേക്കാണ് പോകുന്നത്. അവിടെ പോയിരുന്ന് ഈ സാധനം നോക്കുകയാണ്, ഈ യൂട്യൂബിൽ ഈ ഇതെല്ലാം ഫേസ്ബുക്കിലൂടെ എല്ലാം കടന്നു പോവുകയാണ്. അന്നത്തെ ന്യൂസും എല്ലാവരും അങ്ങനെ കണ്ടു. അപ്പോൾ അവിടെ അമ്മ എന്താ ചെയ്യുന്നതെന്നോ എങ്ങനെ ആഹാരം ഉണ്ടാക്കുന്നതെന്നോ ഇവർ നോക്കുന്നില്ല. അപ്പം ഞാൻ ഈ കുട്ടിയോട് പറയുന്നത്, ഒന്നുകിൽ ഈ കുട്ടിയെ അവൻ എൻഗേജ്ഡ് ആക്കണം, വെറുതെ വീട്ടിൽ ലേസി ആയിട്ട് ഇരിക്കാതെ. അപ്പോൾ അവൾക്കൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവും. ഈ ജോലിക്ക് പോകുന്നവരിൽ എന്താ പറഞ്ഞാലും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ, ഇന്ന സമയത്ത് ഇറങ്ങണം, അതിനു മുമ്പ് വീട്ടിലെ കാര്യം ചെയ്യണം, ടിഫിൻ എടുക്കണം. ഇതിപ്പോൾ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ആ സ്ത്രീയുടെ അത്തരം ലേസിനെസ്സാണ്. അതുകൊണ്ട് ഒന്നുകിൽ അവളെ എൻഗേജ്ഡ് ആക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ. അപ്പോൾ അവൾ ആ ടൈം വെച്ചിട്ട് മാനേജ് ചെയ്യും. രണ്ടാമത് ഇപ്പോൾ കുക്കിംഗ് ക്ലാസ്സുകളുണ്ട്, തയ്യൽ ക്ലാസ്സുകളുണ്ട്. അവൾക്ക് വെറുതെ വീട്ടിൽ അലസമായിട്ടിരിക്കാതെ സമയം വെച്ചിട്ട് ഓരോന്നും ചെയ്യാനായിട്ട് അവളെ പരിശീലിപ്പിക്കാം. പിന്നെ ആൺകുട്ടികളും നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൺകുട്ടികളെ എനിക്കറിയാം, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൺപിള്ളേരെ എനിക്കറിയാം, വീട് മാനേജ് ചെയ്യുന്നവരെ, വൃത്തിക്കിടുന്നവരെയൊക്കെ എനിക്കറിയാം. അപ്പം രണ്ടുപേരും കൂടെ രസകരമായിട്ട് ഒരു പാട്ടുമൊക്കെ ഇട്ട് പാടി വെച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് തുടയ്ക്കുന്ന ദിവസം, ഇന്ന് അലക്കുന്ന ദിവസം, ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്ന ദിവസം. അവർക്ക് ചെറിയ പിള്ളേരല്ലേ, അവർക്ക് പ്രായമുള്ളവരാണ് പിന്നെ പോട്ടെ, ചെറിയ പിള്ളേരാകുമ്പോൾ ഇവർക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവർ രണ്ടുപേരുടെ നല്ലൊരു കൂട്ടുകൂടി നിന്ന് അവളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവനൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ഇനി ഒരു ചെറിയ കാര്യമാണ് നല്ലതായിരിക്കുന്നു, അപ്പോൾ നീ വിചാരിച്ചാൽ നടക്കുമല്ലേ, അങ്ങനെ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവൾക്കത് ചെയ്യാൻ പറ്റും. കുറ്റപ്പെടുത്താതിരിക്കുക, കുറ്റപ്പെടുത്തും തോറും അവൾ പിന്നെയും പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഒന്നുകിൽ അമ്മയുടെ അപ്പനെ കൂടെ നിർത്തി പരിശീലിപ്പിക്കുക, ഇല്ലെങ്കിൽ അവൻ കൂട്ടുകൂടി പരിശീലിക്കുക, അവളെ എൻഗേജ്ഡ് ആക്കുക. അപ്പോൾ അവരുടെ വീട്ടിൽ വഴക്കങ്ങില്ല ഉണ്ടാവും. ഒരു കുടുംബത്തിൻ്റെ വളർച്ചയുടെയും തകർച്ചയുടെയും താക്കോൽ സ്ത്രീയുടെ കയ്യിലാണ്. കുടുംബം നന്നായാൽ, ഒരു സ്ത്രീ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം നമുക്ക് മറ്റു ചില കത്തുകളുമായി അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.